അനിൽ, നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരമാണ് നമ്മളിപ്പോൾ ടൈറ്റിലായിട്ട് നൽകിയിരിക്കുന്നത്. ദിലീപിന് ജാമ്യം ലഭിക്കാൻ ജഡ്ജിമാരെ ഇടപെടുത്തി എന്ന ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ശ്രീത്, അതിൽ വാസ്തവമുണ്ടോ എന്ന് പരിഗണിക്കുന്നതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ പരിഗണിക്കണം. ഇതേ ബാലേന്ദ്രകുമാറിൻ്റെ ഇതേ കാലഘട്ടത്തിലുള്ള ചാറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മൊഴികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദിലീപിനെതിരെയുള്ള കേസ് രണ്ടാം ഘട്ടത്തിൽ കെട്ടിപ്പൊക്കിയതും ദിലീപിൻ്റെ അറസ്റ്റിൻ്റെ വക്കോളം എത്തിച്ചത്. രണ്ടാം വട്ടമുള്ള അറസ്റ്റിൻ്റെ വക്കോളം വരെ എത്തിയതാണ്. ബാലേന്ദ്രകുമാർ നൽകിയ മൊഴിയിലെ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ ഈ ചാറ്റുകളെയൊക്കെ ആശ്രയിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ നടിയെ ആക്രമിച്ച് പകർത്തി അതിഭീകരമായ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടുവെന്നും ദിലീപിന്റെ കൈക്കലെത്തി ദിലീപ് കുടുംബസമേതം വരുന്നത് കണ്ടുവെന്നും കൂടാതെ ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്നും അടക്കമുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബാലേന്ദ്രകുമാർ കൊണ്ടുവന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്താണ് രണ്ടാം ഘട്ടത്തിൽ 2022 മുതൽ അന്വേഷണം നടത്തിയിട്ട് ഇപ്പോൾ വിചാരണ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രകുമാർ പറയുന്നത്, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതാണ്: ദിലീപിനെ ജാമ്യം ലഭിക്കാൻ വേണ്ടി ജഡ്ജിമാരെ, ഹൈക്കോടതി ജഡ്ജിയെ വരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഫൈനലൈസ്ഡ് ദ ഡീൽ എന്നാണ് ഒരു വാക്ക് ഇതിൽ പറയുന്നത്. അതായത് ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരുന്ന ജഡ്ജിയുമായി മറ്റൊരു ജില്ലാ ജഡ്ജി സംസാരിച്ച് ഫൈനലൈസ്ഡ് ഡീൽ എന്ന് പറഞ്ഞിട്ടാണ് ദിലീപിൻ്റെ സഹോദരൻ അനൂപിന് ബാലേന്ദ്രകുമാർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ പറയേണ്ടത് ദിലീപിൻ്റെ സഹോദരൻ അനൂപ്, ബന്ധു സുരാജ് എന്നിവർക്കുള്ള മെസ്സേജുകളാണ്. ഇവർ 132, 182 എന്ന് പറഞ്ഞ നമ്പറിലുള്ള സാക്ഷികളാണ്, പ്രോസിക്യൂഷൻ്റെ വിറ്റ്നസ്സാണ്. ഒരു നീണ്ട പട്ടികയാണ്. തമിഴ്നാട്ടിലെ നേതാക്കളടക്കമുള്ളവരുടെ നീണ്ട പട്ടിക, അമിത്ഷാ മുന്നിട്ട് വിട്ട് ഇതുവരെയുള്ളവരുടെ പട്ടിക, അതുപോലെ സിനിമാ താരങ്ങൾ മമ്മൂട്ടി മുതൽ കമലഹാസന്റെ വരെയുള്ള പേരുകളുണ്ട്. ഇവരെല്ലാം ബാലേന്ദ്രകുമാർ ഇടപെടുത്തിയെന്നാണ് ദിലീപിന്റെ വേണ്ടപ്പെട്ടവരെ അയാൾ മെസ്സേജ് അയച്ച് ധരിപ്പിച്ചിരിക്കുന്നത്. ഈ മെസ്സേജുകളെല്ലാം അയാളുടെ ഫോണിൽ ചാറ്റുകളിലുണ്ട്. എന്നാൽ ഈ മെസ്സേജുകൾ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു ചില മെസ്സേജുകൾ മാത്രം എടുത്താണ് പ്രോസിക്യൂഷൻ ഈ കേസ് കെട്ടിപ്പൊക്കിയത്. അതിലേക്ക് വരാം. 2017 ഓഗസ്റ്റ് 15 മുതലാണ് ഈ ചാറ്റുകൾ തുടങ്ങുന്നത്. നമുക്കറിയാം, കൃത്യം ഒരു മാസം മുമ്പ് ജൂലൈ 10 ദിലീപിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അറസ്റ്റിന് പിന്നാലെ ദിലീപിന്റെ സഹോദരൻ അനൂപിന് ബാലേന്ദ്രകുമാർ മെസ്സേജ് അയക്കുകയാണ്. അതിൽ ഈ ദിലീപിൻ്റെ അറസ്റ്റുള്ള വലിയ രോഷവും വേദനയും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാ സഹായം ഓഫർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രാർത്ഥിക്കുന്നുണ്ട്. പള്ളിയിലും അമ്പലത്തിലും മോസ്കിലും ഒക്കെ പോയി പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പറയുന്നത്, സത്യം എന്നാലും ജനം തിരിച്ചറിയും, ദിലീപിനെ പോലെ ഒരാൾ അകത്ത് കിടക്കേണ്ട ആളല്ല. ഓർക്കണം, ഇതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് പൾസർ സുനിയെ കണ്ടുവന്ന് ഇതേ ബാലേന്ദ്രകുമാർ പിന്നീട് മൊഴി നൽകുന്നത്. 26/12/2016 ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് പൾസർ സുനിയെ കണ്ടുവെന്നാണ് പറയുന്നത്. അതിനുശേഷം ഏതാണ്ട് 2 മാസം എത്തുമ്പോൾ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായി. അപ്പോൾ അവിടെ മുതൽ ബാലേന്ദ്രകുമാറിന് അറിയാം പൾസർ സുനിയാണ് ഇതിലെ പ്രതിയെന്ന്. 2 മാസം മുമ്പ് പൾസർ സുനിയെ ദിലീപിനൊപ്പം കണ്ടതാണ്. ഇതിന് ശേഷം ഏതാണ്ട് ഒരു 3-4 മാസം എത്തുമ്പോഴാണ് ദിലീപിൻ്റെ അറസ്റ്റിൽ ഇത്രയും രോഷവും പ്രകടിപ്പിച്ച് വേദനയും പ്രകടിപ്പിച്ച് പ്രാർത്ഥനാ സഹായമെല്ലാം ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോടതി വളരെ വ്യക്തമായി പറയുന്നു, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നുണ്ട്. കോടതിയുടെ വാചകം ഞാൻ എന്ന് പറയാം: ഹാഡ് എ പേഴ്സൺ ഹു കെയിം അക്രോസ് വിത്ത് ദ ഇൻവോൾവ്മെന്റ് ഓഫ് അക്യൂസ്ഡ് നമ്പർ 8, എസ്പെഷ്യലി ഹിസ് അസോസിയേഷൻ വിത്ത് അക്യൂസ്ഡ് നമ്പർ 1, കുഡ് നോട്ട് ഹാവ് എക്സ്പ്രസ്ഡ് ദാറ്റ് അക്യൂസ്ഡ് നമ്പർ 8 ഈസ് ഇന്നസെന്റ്. ഇത്രയെല്ലാം പൾസർ സുനിയായിട്ടുള്ള ബന്ധം അറിയാവുമ്പോൾ പിന്നെ അക്യൂസ് നമ്പർ 8 ദിലീപിനെ ഇന്നസെൻ്റ് ആണെന്ന് എങ്ങനെ ഇയാൾ പറയും? മോർ ഓവർ, ഇൻ അഡീഷൻ ടു ദാറ്റ്, PW 222, അതാണ് ബാലേന്ദ്രകുമാറിൻ്റെ നമ്പർ, ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ഈവൻ ദ പീപ്പിൾ ഹാവ് റിയലൈസ്ഡ് ദ ട്രൂത്ത്, ആളുകൾ സത്യം തിരിച്ചറിയും. These contentions are mutually exclusive and contradictory and sufficient enough to show that PW 222 is not a reliable person എന്ന് കോടതി വളരെ കൃത്യമായി പറയുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പരിശോധിക്കാം ജഡ്ജിമാരെ ഇതിനകത്ത് ഇടപെടുത്തിയതിനെ കുറിച്ചുള്ള ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലുകൾ. പറഞ്ഞു തുടങ്ങിയാൽ വലിയ തമാശ പോലെ തോന്നുന്നു നമുക്കത്. കാരണം എത്ര വിചിത്രമായിട്ടാണ് ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുന്നത്, ഈ കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നത്. ഗതികേടിൽ നിൽക്കുന്ന ഒരു കുടുംബത്തെ, അതായത് ദിലീപിൻ്റെ കുടുംബത്തെ ഇയാൾ ഒരേ സമയം ആശ്വസിപ്പിക്കുകയും അതേസമയം കബളിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ നേർ ചിത്രമാണ് ഇത് മുഴുവൻ. പ്രധാനമായിട്ട് പറയേണ്ടത്, ബാലേന്ദ്രകുമാർ ആദ്യം ഇവരോട് പറയുന്നത്, മെസ്സേജ് അയച്ചു തുടങ്ങുമ്പോൾ പറയുന്നത് 15 വക്കീലുമാർ, 4 ജില്ലാ ജഡ്ജിമാർ, ഒരു ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എന്നിവരുമായിട്ടെല്ലാം ദിലീപിൻ്റെ കേസിൻ്റെ എല്ലാ വിവരങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിലീപിന് ജാമ്യം കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട എന്നാണ് പറയുന്നത്. കോടതിയിൽ വന്നപ്പോൾ ഒരാളുടെ കാര്യം മാത്രം ബാലേന്ദ്രകുമാർ സമ്മതിച്ചു. അന്ന് ജില്ലാ ജഡ്ജിയായിരുന്ന ശ്രീകല സുരേഷുമായി താൻ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. ശ്രീകല സുരേഷ് തലശ്ശേരി ജില്ലാ ജഡ്ജിയാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ശ്രീകല സുരേഷിൻ്റെ ഭർത്താവ് സുരേഷ് ശിവപുരവുമായി തനിക്ക് വളരെ അടുത്ത ബന്ധമാണ്, അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ശ്രീകല സുരേഷ് എന്ന് പറയുന്നത് ആരാണെന്നുള്ള പിന്നീട് ഓർഡറിൽ പറയുന്നുണ്ട്. അതായത് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി ഈ കേസ് അന്വേഷിക്കാൻ രണ്ടാം ഘട്ടത്തിൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡായി വന്ന ADGP S ശ്രീജിത്തിൻ്റെ സ്വന്തം സഹോദരിയാണ് ഈ ശ്രീകല സുരേഷ് എന്ന് പറയുന്നത്. അവരുമായിട്ടാണ് ബാലേന്ദ്രകുമാർ ദീർഘമായ ബന്ധമുണ്ടെന്ന് പറഞ്ഞു. 2004 മുതലുള്ള ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് DGPക്ക് അങ്ങോട്ട് കത്ത് കൊടുത്ത് അന്വേഷണത്തിന്റെ മേൽനോട്ടം ഏറ്റെടുത്ത ശ്രീജിത്തിന്. അതിലേക്ക് ഞാൻ വരികയായിരുന്നു. അതായത് 2021 ഡിസംബർ 25 ബാലേന്ദ്രകുമാർ ഈ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ദിലീപിനെ എനിക്ക് നന്നായി അറിയാം, ദിലീപിനെ 2016 ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് പൾസർ സുനിയെ ഞാൻ കണ്ടതാണ് എന്ന് തുടങ്ങിയ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്
2021 ഡിസംബർ 25-നാണ്. അതിലാണുള്ളത്. ഈ ദൃശ്യങ്ങൾ കണ്ടു, കൂടാതെ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടന്നു നോക്കെ. ഇതിൻ്റെ പേരിൽ ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ബൈജു പൗലോസ്, ഈ SIT ഹെഡായിരുന്ന S ശ്രീജിത്തിന് കത്ത് നൽകുകയാണ്, പരാതി നൽകുകയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 9-ാം തീയതി കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ജനുവരി 9, 2022 ജനുവരി 9. അതിന് 3 ദിവസം മുമ്പ്, അതായത് ബാലേന്ദ്രകുമാരെ വെളിപ്പെടുത്തൽ നടത്തി 10 ദിവസം എത്തുമ്പോൾ ADGP ക്രൈംബ്രാഞ്ച് ADGP എന്ന ശ്രീജിത്ത് DGPക്ക് കത്ത് നൽകുകയാണ്. ഈ കേസിൽ വിചാരണ നടക്കുകയാണ്. അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടുതൽ ആളുകളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് 3 പേരെ സജസ്റ്റ് ചെയ്തുകൊണ്ട് കത്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ തലവനായി S ശ്രീജിത്ത് തന്നെ ചുമതലയേൽക്കുകയും ചെയ്യുന്നു. DGPയുടെ ഉത്തരവിനെ കോട്ട് ചെയ്തുകൊണ്ട് കോടതി ഇതിൽ വ്യക്തമായി പറയുന്ന ഒരു വരി ഞാൻ പറയാം. ദിസ് റിക്വസ്റ്റ് ഈസ് സീൻ മെയ്ഡ് ബൈ മിസ്റ്റർ S ശ്രീജിത്ത് IPS ഹിംസെൽഫ്. ഇതേ പാരഗ്രാഫിന് തൊട്ട് മുകളിൽ കോടതി പറയുന്നുണ്ട്, ദ മെസ്സേജസ് വുഡ് ഷോ ദാറ്റ് PW222 ഹാസ് ക്ലോസ് അസോസിയേഷൻ വിത്ത് ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ADGP ശ്രീ S ശ്രീജിത്ത്. അതായത് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ്, ഇവർ രണ്ടുപേരും ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, 2021 ഡിസംബർ 25-ന് ബാലേന്ദ്രകുമാർ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം ഡിസംബർ 26-ന് തൊട്ടടുത്ത ദിവസം ഇവരുമായി ഏതാണ്ട് അരമണിക്കൂറോളം വരുന്ന ഫോൺ കോളുണ്ട്. കൂടാതെ വാട്സാപ്പിലും കോളുകൾ ഉണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. അത് ബാലേന്ദ്രകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഏതാണ്ട് ഒരാഴ്ച എത്തുമ്പോൾ S ശ്രീജിത്ത് താൻ ഇതിനെ അന്വേഷണ സംഘത്തെ നയിക്കാം എന്ന് സജഷൻ കൊടുക്കും. DGP ഇത് അപ്രൂവ് ചെയ്ത് ഓർഡർ ആകുന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കോടതി ഇതിൽ എടുത്തു പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ദിലീപിൻ്റെ അറസ്റ്റിന് ശേഷം ഈ കുടുംബത്തെ സ്വാധീനിക്കാൻ വേണ്ടി, ജാമ്യം നേടിയെടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ബാലേന്ദ്രകുമാർ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിൽ ദിലീപിനെ ജയിലിൽ പോയി കാണുന്നുണ്ട്. ബാലേന്ദ്രകുമാർ അവകാശപ്പെടുന്നത് 2 തവണ ജാമ്യാപേക്ഷ തള്ളിപ്പോയ ശേഷം ജഡ്ജിമാരെ സ്വാധീനിക്കാൻ, കയ്യിലെടുക്കാൻ എങ്ങനെയെല്ലാം ശ്രമിക്കാം എന്ന് ആലോചിക്കാൻ വേണ്ടി ദിലീപിൻ്റെ കുടുംബം ബാലേന്ദ്രകുമാറിനെ വിളിച്ചു വരുത്തിയെന്നാണ് പറയുന്നത്. അതിൽ വാസ്തവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ബാലേന്ദ്രകുമാറിന് ഈ ജില്ലാ ജഡ്ജി ശ്രീകല സുരേഷുമായുള്ള ബന്ധത്തെക്കുറിച്ച് അയാൾ തന്നെ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കണക്ഷൻ വഴി എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് ഒരു കച്ചിത്തുരുമ്പ് പിടിക്കുന്നത് പോലെ അവർ ശ്രമിച്ചിട്ടുണ്ടാവും. ബാലേന്ദ്രകുമാർ വരുമ്പോൾ ബാലേന്ദ്രകുമാർ അവരോട് പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി ഞാൻ ജയിലിൽ പോയി കാണാൻ അനുമതി വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് വരുന്നത്. വലിയ കാര്യം. അദ്ദേഹത്തിൻ്റെ 2 CPM MLA-മാരുണ്ട്. അവർ വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ ഇങ്ങനെ എന്ത് സാധിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞു വരുന്നു. പക്ഷേ കോടതിയിൽ ബാലേന്ദ്രകുമാർ മൊഴി നൽകുന്നത് ഈ സുരാജും അനൂപും അനുമതി നേടിയെടുത്തത് പ്രകാരമാണ് താൻ ദിലീപിനെ കണ്ടുവെന്ന് പറയുന്നുണ്ട്. പിന്നീട് അതിനുശേഷം ഇവർക്ക് വലിയ ആത്മവിശ്വാസം കൊടുത്ത് ഉടനെ ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞാണ് ബാലേന്ദ്രകുമാർ നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഈ പല ജഡ്ജിമാരുമായിട്ടും സംസാരിക്കുന്നുണ്ട് എന്ന ബാലേന്ദ്രകുമാർ മെസ്സേജുകൾ അയക്കുന്നു. ഇനി ജാമ്യം കിട്ടുമ്പോൾ അതിനുണ്ടാകാനുള്ള വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും താൻ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഗവർണർ P സദാശിവം, അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന മഞ്ചേരി ശ്രീധരൻ നായർ, ഇവരെല്ലാം താൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഗവർണർ സദാശിവവും മഞ്ചേരി ശ്രീധരൻ നായർ തമ്മിൽ വലിയ ബന്ധമാണ്. അവർ ആ വഴിക്ക് ചില കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കണം, ദിലീപിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വരുമ്പോൾ അതിനെ എതിർത്ത് വാദിച്ചത് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ഇതേ മഞ്ചേരി ശ്രീധരൻ നായരാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് അവിടെ എടുത്തിരുന്നത്. അപ്പോൾ ആ വഴിക്കെല്ലാം അതുകൊണ്ട് സ്വാധീനമുണ്ട്. പിന്നീട് അമിത്ഷായുടെ പേരും പറയുന്നുണ്ട്. അമിത്ഷായും ഗവർണർ സദാശിവവും തമ്മിലുള്ള ബന്ധം, അപ്പോൾ അമിത്ഷായും താൻ ഇടപെടുത്തുന്നുണ്ട് എന്നാണ് ഇവരെ ധരിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ വളരെ വ്യക്തമായി തന്നെ പിന്നീട് പറയുന്നത്, കോടതി പറയുന്നത്, ഒരു പട്ടിക തന്നെ പറയുന്നുണ്ട് ബാലേന്ദ്രകുമാർ ഇടപെടുത്താൻ ശ്രമിച്ചവരുടെ. അതിൽ CPM നേതാവായിരുന്ന മുതിർന്ന നേതാവ് കൗലിക്കോട് കൃഷ്ണനായരുടെ പേരുണ്ട്. ജില്ലാ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ്റെ പേരുണ്ട്. തമിഴ്നാട്ടിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന O പനീർസെൽവത്തിൻ്റെ പേരുണ്ട്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ മമ്മൂട്ടി, സുരേഷ് കുമാർ, കമലഹാസൻ, ജയറാം, ഇങ്ങനെ തുടങ്ങിയൊരു നീണ്ട നിരയുണ്ട്. ഇവരെല്ലാം ഇതിനകത്ത് ഇടപെടുത്തുന്നുണ്ട്, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ബാലേന്ദ്രകുമാർ ഇവർക്ക് മെസ്സേജ് അയക്കുന്നത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പേര് നെയ്യാറ്റിൻകര ബിഷപ്പായിരുന്ന ഡോക്ടർ വിൻസെന്റ് സാമുവൽ. ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു. ഇദ്ദേഹത്തെയാണ് ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിക്കാനായി ഉപയോഗിച്ചത്. അദ്ദേഹത്തിന് ST എന്നുള്ള ചുരുക്കപ്പേരിലാണ് മെസ്സേജുകളിൽ സംബോധന ചെയ്യുന്നത്. അപ്പോൾ ബിഷപ്പിനോടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്, ബാലേന്ദ്രകുമാർ തൻ്റെ പിതാവിൻ്റെ അടുത്ത സുഹൃത്താണ് ബിഷപ്പ്. അവരൊരുമിച്ച് ദേ ഹാഡ് ഡ്രിങ്ക്സ് ടുഗദർ എന്നാണ് കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ലിക്കർ എന്ന് പറയാത്തതുകൊണ്ട് അത് മദ്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ വരെ കോടതി പറഞ്ഞത് ഹി ഹാഡ് ഗോൺ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് സ്റ്റേറ്റിംഗ് ദാറ്റ് എന്ന് പറഞ്ഞ് അതുവരെ അങ്ങനെ വരെ ഇവരെ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ബിഷപ്പ് അതുകൊണ്ട് ഇടപെടും. ബിഷപ്പ് നേരിട്ട് വരാൻ കഴിയാത്തത് കൊണ്ട് ബിഷപ്പിൻ്റെ ഒരു സെക്രട്ടറിയെ എറണാകുളത്തെ അയക്കുന്നു. അത് പറയുന്നത്, ഹി ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ബിഷപ്പ് ടോൾഡ് ദാറ്റ് വി വിൽ ഗ്രാബ് ഇറ്റ് ഫ്രം ഹിം എന്ന് പറയുന്നത് STയിൽ നിന്ന് ജാമ്യം നേടിയെടുക്കും എങ്ങനെയെങ്കിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 തവണ ശ്രമിച്ചതിന് ശേഷമാണ് ദിലീപിന് ജാമ്യം കിട്ടുന്നത്. 3 തവണ ഹൈക്കോടതിയിലും 2 തവണ അങ്കമാലി കോടതിയിലും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലേന്ദ്രകുമാർ അടുപ്പമുള്ള ശ്രീകല സുരേഷുമായിട്ട് ഇയാൾ സംസാരിച്ചതിനെക്കുറിച്ച് ഒരു ചാറ്റ് വളരെ പ്രധാനമായിട്ട് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശ്രീകല സുരേഷ് എന്ന തലശ്ശേരിയിലാണ്, അതുകൊണ്ട് തലശ്ശേരി എന്നാണ് ചാറ്റുകളിൽ പറയുന്നത്. അതുപോലെ അങ്കമാലി കോടതിയെ പറയുന്നത് അങ്കമാലി എന്ന് പറഞ്ഞാണ് പറയുന്നത്. അതുപോലെ ഹൈക്കോടതി ജഡ്ജി ST ഒരു തവണ പറയുന്നുണ്ട്
തലശ്ശേരി വിൽ കോൾ അങ്കമാലി ടുഡേ ആഫ്റ്റർ കോർട്ട് അവേഴ്സ് എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ വിളിച്ച് സംസാരിക്കും എന്ന്. പക്ഷേ കോടതി ഒരു കാര്യം എടുത്തു പറയുന്നതോടെ ദിസ് മെസ്സേജ് ഈസ് സെൻറ്റ് അറ്റ് ദ ടൈം വെൻ ദ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ ആപ്ലിക്കേഷൻ ഓഫ് അക്യൂസ് നമ്പർ 8 വാസ് പെൻഡിംഗ് ബിഫോർ ദ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട്. ആ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് അവരോട് പറയുന്നത് തലശ്ശേരിയിലെ നമുക്ക് വേണ്ടപ്പെട്ട ജഡ്ജി അങ്കമാലി ജഡ്ജിയോട് സംസാരിക്കും ഇന്ന് കോടതി സമയം കഴിഞ്ഞാൽ സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് പലവട്ടം ജാമ്യം കിട്ടുമെന്ന് ജില്ലാ ജഡ്ജിയുടെ ഭർത്താവ് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ ജഡ്ജിയുമായും ഭർത്താവുമായിട്ടും കൂടിക്കാഴ്ച വേണമെങ്കിൽ നേരിട്ട് കാണാൻ അവസരം ഒരുക്കാം എന്നൊക്കെ ഈ അനൂപിനോട് ബാലേന്ദ്രകുമാർ പറയുന്നുണ്ട്. പിന്നീടാണ് ബിഷപ്പിൻ്റെ സെക്രട്ടറി എറണാകുളത്ത് കൊണ്ടുവന്ന് സംസാരിച്ചു. ഈ സംസാരങ്ങൾ ഉണ്ടാകുന്ന ഇത് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത് ഓർക്കണം, സെപ്റ്റംബർ പകുതിയോടെയാണ് ഇത് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത്. ബിഷപ്പിൻ്റെ സെക്രട്ടറിയെ കൊച്ചിയിലെത്തിച്ച് ബിഷപ്പിന് വേണ്ടിയിട്ട് ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് ഒക്ടോബർ 3 ഏതാണ്ട് 2 ആഴ്ചകൾ ഒക്ടോബർ 3 മൂന്നാം തവണ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ദിലീപിന് ജാമ്യം കൊടുക്കുന്നു. ഒക്ടോബർ 3 നോക്കണം. അതിന് തൊട്ട് മുമ്പാണ് 14-ാം തീയതി 19-ാം തീയതിയൊക്കെയായിട്ടാണ് ഈ ബിഷപ്പിനെ ഉപയോഗിച്ചുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പോൾ ജാമ്യം കിട്ടിക്കഴിഞ്ഞ ഉടൻ തന്നെ ബാലേന്ദ്രകുമാർ പറയുന്നു, ഞാനിങ്ങനെ പലരോട് പറഞ്ഞ് കാര്യം സാധിക്കാൻ വേണ്ടി പണം ഓഫർ ചെയ്തിട്ടുണ്ട്, അവർക്കെല്ലാം കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് ആദ്യം കൊടുക്കുന്നുണ്ട്. അതിൽ ബിഷപ്പുണ്ട്, ജഡ്ജിയുണ്ട്. ഇവർക്ക് ജഡ്ജിക്കും കൊടുക്കാനുണ്ടെന്ന് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാണ് പണം ചോദിക്കുന്നത്. പിന്നീട് അതിന് ശേഷം ബാലേന്ദ്രകുമാർ പറയുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞതിനേക്കാളൊക്കെ വലിയ എഫർട്ടാണ് ഞാൻ ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ളത്, അങ്ങനെ പലർക്കും കണ്ണുപൂട്ടി ഓഫറുകൾ പലതും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, അതിനുള്ള പൈസ കൂടെ വേണമെന്ന് പറയുന്നുണ്ട്. ഇത് കൊടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് ഇവരെ സ്വാധീനിക്കാൻ വേണ്ടി ബാലേന്ദ്രകുമാർ ഈ സമയങ്ങളിൽ ശ്രമം നടത്തിയിരുന്നെന്ന് പറയുന്നത്. ഈ പണം ഓഫർ ചെയ്തു, പണം വാങ്ങിയെന്ന് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ സംഘം ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല, അതൊന്നും തന്നെ പരിശോധിച്ചിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പോലീസ് പ്രത്യേകം കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. അത് പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല, ഈ തലശ്ശേരി അങ്കമാലി ST എന്നൊക്കെ കാണുന്ന ചാറ്റുകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബൈജു പോലീസ് പറയുന്നത് അങ്കമാലി ST എനിക്ക് മനസ്സിലായി, തലശ്ശേരി എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ നോക്കിയില്ല, അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ കോടതി പ്രത്യേകം പറയുന്നുണ്ട്, ബൈജു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കുന്ന SITയുടെ തലവൻ ADGPയുമായി ഇത്രയും അടുത്ത ബന്ധമുള്ള അവരുടെ പേര് മാത്രം അല്ലെ അവരെ സൂചിപ്പിക്കുന്ന ചാറ്റ് മാത്രം അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്ന് പലവട്ടം കോടതി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ പ്രിറ്റൻഡഡ് ഇഗ്നോറൻസ് എന്ന് മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇവിടെയും അത് തന്നെ പറയുന്നുണ്ട് കോടതി. മാത്രമല്ല പിന്നീട് ചോദിക്കുന്നുണ്ട്, ഈ ജഡ്ജിമാർക്ക് പണം നൽകി, അങ്ങനെ ബിഷപ്പിന് പണം നൽകി ഇതിലെല്ലാം പറയുന്നുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയെന്ന് ചോദിക്കുമ്പോൾ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് കേസുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പരിശോധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം, കേസുമായി നേരിട്ട് ബന്ധമില്ലാത്ത എത്ര ചാറ്റുകളും എന്തെല്ലാം ഓഡിയോ സംഭാഷണങ്ങളുമാണ് ഇതേ അന്വേഷണ സംഘം എടുത്ത് പുറത്തിട്ടെന്ന് ആലോചിക്കണം. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിന് പരിശോധിക്കേണ്ട ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല, പരിശോധിച്ചിട്ടില്ല. പക്ഷേ കോടതി അതിൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പോലീസ് ഇതുവരെ പുറത്തുവിട്ട വിവരങ്ങളിലൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആരും തന്നെ മാധ്യമങ്ങളും ആരും തന്നെ അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ ഓർഡറിൽ നിന്നും എന്തുകൊണ്ടോ മാധ്യമങ്ങൾ പലരും ഈ കാര്യങ്ങൾ പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വിശദീകരിച്ച് പറയേണ്ടി വന്നത്. കോടതി ഏതായാലും വിശദീകരിച്ച് തന്നെ ഇതിനെല്ലാം പരാമർശിച്ചിട്ടുണ്ട് താനും. ഈ ദിലീപിൻ്റെ ജാമ്യത്തിലടക്കം ഇത്രയും വലിയ ഇടപെടൽ നടത്തി കുടുംബത്തോടൊപ്പം റെഗുലറായി കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്ന ബാലേന്ദ്രകുമാർ എങ്ങനെയാണ് ഈ ഇവരുമായിട്ട് ദിലീപുമായിട്ടും ദിലീപിൻ്റെ കുടുംബമായിട്ട് തെറ്റി ഇത്രയും വലിയ വെളിപ്പെടുത്തലുകൾ നടത്തി? അതെ, അതും കോടതി ഉത്തരവിൽ കടന്നു പോകുമ്പോൾ നമുക്കതും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 2021 ഏപ്രിൽ മാസത്തിലാണ് ദിലീപിന് ഭീഷണി ടോണിൽ ബാലേന്ദ്രകുമാർ മെസ്സേജ് അയക്കുന്നത്. ദിലീപ് നേരിട്ട് വന്ന് കണ്ടില്ലെങ്കിൽ ഇതിൽ ഇപ്പോൾ സംഭവിച്ചതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞാണ് ബാലേന്ദ്രകുമാർ പറയുന്നത്. ദിലീപ് ആ സമയത്ത് വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഫോണിലൂടെ സംസാരിക്കാൻ കഴിയില്ല, ഒന്നുകിൽ സുരാജിനെ അല്ലെങ്കിൽ അനൂപിനെ അയക്കുക എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ദിലീപ് സാറിന് വരാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്. ദിലീപ് പിന്നീട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കൂടിക്കാഴ്ച നടന്നില്ല. അതിനുശേഷം ഏതാണ്ട് 2021 ഏപ്രിൽ 9 ഇവർ പിന്നീട് ഈ ഭീഷണി തരത്തിലുള്ള സന്ദേശം തുടങ്ങുന്നത്. 14 എത്തിയപ്പോൾ ദിലീപിനോട് പറയുന്നു, പിക് പോക്കറ്റ് സിനിമയുടെ പരിപാടി ഞാൻ ഉപേക്ഷിച്ചു. അതിനുവേണ്ടിയാണല്ലോ ഇവർ ഒരുമിച്ച് കൂടിയാലോചന നടന്നത്. അതിനിടയിലാണ് പൾസൂസിനെ കണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമയ്ക്കുള്ള ആ പരിപാടികൾ ഞാൻ ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ കാര്യം റാഫി സാറിനെ അറിയിച്ചിട്ടുണ്ട്. റാഫി സാർ എന്ന് ഉദ്ദേശിച്ചത് റാഫി മെക്കാർട്ടൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തിരക്കഥാകൃത്ത്. അപ്പോൾ എന്ന് പറഞ്ഞ് ആ ചാറ്റിന് ശേഷം ദിലീപ് ബാലേന്ദ്രകുമാറിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. അതിന് പിന്നാലെയാണ് ബാലേന്ദ്രകുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് ആദ്യം പരാതി അയക്കുന്നത്. ഈ ചാറ്റിൻ്റെ വിവരങ്ങൾ കാണിച്ചു. ഈ ചാറ്റ് പോലും പൂർണ്ണമായി വയ്ക്കാതെ അവിടുന്ന് ഇവിടുന്ന് പീസ് മീൽ സ്വഭാവത്തിൽ നിന്നാണ് കോടതി പറയുന്നത്. അങ്ങനെയാണ് ഈ പരാതിക്കൊപ്പം ചാറ്റുകൾ ചേർത്ത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പിന്നീട് അന്വേഷണ സംഘത്തിന് വരികയും ഇതിന് മേലെ അന്വേഷണങ്ങളെല്ലാം നടക്കുന്നത്. അന്വേഷണം നടക്കുമ്പോഴും ഒരു കാര്യം പരിഗണിക്കേണ്ടതുണ്ട്.
ഇതിലെ ഫോറൻസിക് എക്സ്പേർട്ടിനെയൊക്കെ കോടതി വിസ്തരിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ ചാറ്റുകളൊന്നും തന്നെ പൂർണ്ണ രൂപത്തിലുള്ളതല്ല. എക്സ്ട്രാക്റ്റഡ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഫോണിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തതല്ല, ചാറ്റ് ബാക്കപ്പ് അല്ല എന്നൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് മറ്റൊരു ഇതൊക്കെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് മറ്റ് ഫോണിൽ ഇട്ടിരിക്കുകയായിരുന്നു, ഫോണിൽ മറ്റൊരു ഭാഗത്ത് സേവ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനോട് പ്രത്യേകം ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബൈജു പൗലോസ് പറയുന്നത് അത് ഫോറൻസിക് പരിശോധന കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നു. പക്ഷേ ബാലേന്ദ്രകുമാർ മൊഴി കൊടുത്തിട്ടുണ്ട്, അല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്ന്. അപ്പോൾ എല്ലാ കാര്യം ഇതിലെല്ലാം ഇവർ തമ്മിൽ കൂടിയാലോചിച്ച് പറയുമ്പോൾ ചില പാളിച്ചകൾ വരുന്നത് കൊണ്ടാകാം ഇങ്ങനത്തെ കോൺട്രഡിക്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാറ്റുകളൊന്നും തെളിവ് മൂല്യത്തിലേക്ക് വരുന്നില്ല, എടുക്കാൻ കഴിയുന്നതല്ല, തെളിവായി കണക്കാക്കാൻ കഴിയില്ല എന്ന് തന്നെ കോടതി കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജഡ്ജിമാരെ ഇടപെടുത്തി പണം ഓഫർ ചെയ്തെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഒഴിവാക്കാം, അവഗണിക്കാവുന്നതാണ്. പക്ഷേ ഇതിനെ തന്നെ മറ്റൊരു ഭാഗം എടുത്തിട്ടാണ് അന്വേഷണ സംഘം ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും പൊതുജനത്തെ ആകെ കബളിപ്പിച്ചതും എന്ന് നമ്മൾ പരിഗണിക്കണം. അപ്പോൾ അങ്ങനെ അതിനെ വിശ്വാസത്തിലെടുക്കാമെങ്കിൽ ഇതിനെയും വിശ്വാസത്തിലെടുക്കേണ്ടി വരില്ലേ എന്നുള്ളതാണ് ചോദ്യം, നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം.